അർജുൻ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, നമ്മൾ നേരത്തെ അർജുൻ പറഞ്ഞത് പ്രകാരം പോലീസ് ഈ പറയുന്നത് പോലെ പ്രതിയെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. പ്രതി പ്രാഥമികമായി ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ വിവരങ്ങൾ കൂടാതെ ഈ ചികിത്സയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അതിര നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് നിലവിൽ കടക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഈ പ്രതിയുടെ നില അല്പം സങ്കീർണമായിരുന്നു. പക്ഷേ അത് പിന്നീട് മെച്ചപ്പെട്ടു. ആരോഗ്യനില അപകടനില തരണം ചെയ്തു. പക്ഷേ കുറച്ചുകൂടി പോലീസിന് ഇതിൽ കാത്തിരിക്കേണ്ടി വരും. ഒരു ഒബ്സർവേഷൻ എന്ന നിലയ്ക്കാണ് പ്രതി ഇപ്പോൾ ഉള്ളത്. ഒന്നുകൂടി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ മാത്രമായിരിക്കും പോലീസ് വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് എത്തുക. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ മെച്ചപ്പെടുന്നു എന്നതിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എടുത്ത് പിന്നീട് മറ്റ് നടപടികളൊക്കെ പോലീസ് എടുക്കുക. അതിനുശേഷം ആയിരിക്കും ഇന്ന് ഒരു പക്ഷേ ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യത പോലും നിലവിൽ ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ആണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം 24 മണിക്കൂർ അവർക്ക് നിരീക്ഷണത്തിൽ വെക്കേണ്ടതുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഡോക്ടർമാർ ഡിസ്ചാർജിന് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം വരെ കാത്തിരിക്കാം. അതിനു മുൻപ് മറ്റ് കാര്യങ്ങൾ, അതായത് ഈ പ്രതി വന്ന പശ്ചാത്തലങ്ങളും പ്രതി പോയ ഇടങ്ങളുമൊക്കെ പരിശോധിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിക്കാനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഈ പ്രതി ഒന്നുകൂടി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വന്നു കഴിഞ്ഞാൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പ്രതി നൽകിയിട്ടുള്ള മൊഴികളുമാണ് നിലവിൽ പോലീസിൻ്റെ കയ്യിൽ ഉള്ളത്. അത് ഒന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ, പിതാവിനുണ്ടായിരുന്ന ബാധ്യത ഉൾപ്പെടെ അത് അയാളിൽ പോലും സ്വാധീനം ചെലുത്തി എന്നത് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്ന മൊഴിയാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. രണ്ടാമത് ആണ് ഈ പെൺകുട്ടിയുമായുള്ള സൗഹൃദം. അതിന് പെൺകുട്ടിയുടെ വീട്ടുകാർ അനുകൂലമായിരുന്നെങ്കിലും ഈ യുവാവിൻ്റെ പ്രതിയുടെ വീട്ടുകാർക്ക് അത് സമ്മതമല്ലായിരുന്നു എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. വീട്ടുകാർക്ക് അതിന് സമ്മതം ഇല്ലായിരുന്നുവെന്നാണ് പ്രതി നൽകിയ മൊഴിയായി, പ്രാഥമികമായി നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. അയാൾ പണം പല ഇടങ്ങളിൽ നിന്നായി അന്വേഷിച്ചിരുന്നു. അതിൽ ഈ പ്രതിയുടെ പിതാവിൻ്റെ ഉമ്മയിൽ നിന്ന് നിരന്തരമായി ഈ പ്രതി സ്വർണ്ണമാല നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് പോലീസിന് ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം. അത് പക്ഷേ ഈ ഉമ്മൂമ്മ നൽകാതിരുന്നതിലുള്ള ഒരു പക പ്രതിക്ക് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ കൊലപാതക പരമ്പരയുടെ തുടക്കം ഉണ്ടാകുന്ന തരത്തിൽ പോലീസിന് നിഗമനങ്ങളുണ്ട്. ഒന്നും സ്ഥിരീകരണമായിട്ടില്ല. ഒക്കെ പോലീസ് പലതരത്തിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരണമെങ്കിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യം ഈ പറഞ്ഞ സ്വർണത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണമാല, ഉമ്മൂമ്മയുടെ സ്വർണ്ണമാല പ്രതി ആവശ്യപ്പെട്ടിരുന്നു. അത് ആവശ്യപ്പെട്ടുകൊണ്ട് പലവട്ടം ഇവരുടെ വീട്ടിലേക്ക്, പാങ്ങോടുള്ള വീട്ടിലേക്ക് പ്രതി പോയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത് നൽകാൻ ഈ ഉമ്മൂമ്മ തയ്യാറായിരുന്നില്ല. അതിന് ഈ പ്രതിക്ക് ഇവരോട് പകയുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന തരത്തിൽ പോലീസിന് നിഗമനങ്ങളുണ്ട്. ഇക്കാര്യമൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ വിശദമായൊരു ചോദ്യം ചെയ്യൽ എന്തായാലും പ്രതിയുമായി നടത്തേണ്ടി വരും. അത്തരത്തിലുള്ള ബന്ധുക്കളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. എങ്ങനെയാണ് ഇയാൾ വീട്ടുകാരോടൊക്കെ പെരുമാറിയിരുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നക്കാരനായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് വ്യക്തത വരുത്തേണ്ടി വരും. ഈ അയൽവാസികളും അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുമൊക്കെ പറയുന്ന ചില സൂചനകളൊക്കെ പ്രതി വീട്ടുകാരോടൊക്കെ കുറച്ച് പ്രശ്നക്കാരനായി പെരുമാറിയിരുന്നു എന്നൊക്കെ തരത്തിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അധികം മറ്റുള്ളവരോടൊന്നും പുറത്തധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു എന്നൊക്കെ ആ തരത്തിലൊക്കെ പലതരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഒക്കെ എല്ലാത്തിലുമൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതൊക്കെ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ്. അതൊന്നും സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ തരത്തിൽ ഈ പറഞ്ഞ സൂചനകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ മറ്റെന്തെങ്കിലും ഘടകങ്ങളൊക്കെ പ്രതിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ നിരന്തരമായി കേരളത്തിൻ്റെ പലയിടങ്ങളിലായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനമായും ലഹരിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് തലശ്ശേരിയിൽ ഒരു മകൻ ഉമ്മയെ കൊലപ്പെടുത്തിയത് ലഹരിക്ക് അടിമയായിട്ടായിരുന്നു. തിരുവനന്തപുരത്ത്
കിളിമാനൂരിലും അതിന് സമാനമായിട്ടൊരു കൊലപാതകം, അച്ഛനെ മകൻ കൊലപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. അതിലൊക്കെ ലഹരിയുടെ സാന്നിധ്യം അതിൽ പ്രകടമായിരുന്നു. അത്തരത്തിലൊരു ക്രൂരമായി സ്വന്തം ഉറ്റ ബന്ധുക്കളെ അങ്ങനെ കൊല ചെയ്യാൻ കാരണമായത് അതിൽ അയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാരണമാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ആ തരത്തിലേക്ക് പോലീസിന് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള സൂചനകളിലേക്ക് പോകുന്ന മൊഴികളോ പ്രതികരണങ്ങളോ ഒന്നും ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. പ്രതി ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് ഒരു ബന്ധുവും ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടോ പ്രതികരിച്ചിട്ടോ ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊന്നുമല്ലാതെ ഇത്രയും ക്രൂരമായി 5 പേരെ, അതായത് 6 പേരെ കൊലപ്പെടുത്താൻ ഈ പ്രതി ഉദ്ദേശിക്കുന്നു. അത് 6 പേരും എന്ന് പറയുന്നത് ആ പ്രതിയുടെ ഏറ്റവും അടുത്ത ഏറ്റവും ഉറ്റ ബന്ധുക്കളും പെൺസുഹൃത്തുമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ലഹരിക്കും അടിമയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത്രയും നീചമായൊരു കൃത്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് പോലീസിന് ഇനി കണ്ടെത്താനായി ഉള്ളത്. അതുതന്നെ നമ്മൾ നേരത്തെ നാട്ടുകാരും പ്രതികരിക്കുന്നത് കണ്ടതാണ്. ഇത്രയും സൗമ്യനായ ശാന്ത സ്വഭാവമുള്ളൊരു പയ്യൻ സ്വബോധത്തോടുകൂടി ഇത്രയും ഒരു ക്രൂരകൃത്യം അരുംകൊലകൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ളതാണ് ഈ നാട്ടുകാരെ അടക്കം അമ്പരപ്പിക്കുന്ന കാര്യം. അതിൻ്റെ ഞെട്ടൽ നാട്ടുകാർ പങ്കുവെക്കുന്നതും നമ്മൾ കേട്ടതാണ്. അതുതന്നെയാണ് ഇപ്പോൾ പോലീസും അതിൽ ഒരു സ്ഥിരീകരണം വരുത്താനുള്ള ശ്രമത്തിലാണെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. അതില്ലാതെ ഇത്രയും നീചകൃത്യം ഈ 23-കാരനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും അഫാൻ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. അയാൾ ചികിത്സയോടക്കം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാളുടെ രക്തസാമ്പിൾ അടക്കം പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇയാൾ ലഹരി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് വ്യക്തത വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതിൽ അത്തരം ഒരു വെല്ലുവിളി നിലനിൽക്കുന്നുമുണ്ട്. കാരണം ഈ ബന്ധുക്കൾക്കാകട്ടെ നാട്ടുകാർക്കാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഇങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണോ, അതിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ആ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം തേടിയുള്ള ഒരു സമയത്തിൽ കൂടിയാണോ ഇവർ കടന്നുപോയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ ഘട്ടം വരെയൊന്നും വിവരമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ പോലീസിന് വലിയ വെല്ലുവിളിയാകും എന്നും കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോഴെന്തായാലും ഈ പറയുന്നത് പോലെ അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിൽ എലിവിഷം കഴിച്ചു എന്ന അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്.